ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് മോഷൻ ഇൻ പ്ലെയിനിന്റെ മറ്റൊരു എക്സാമ്പിളുമായിട്ടാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം എന്താണ് ആ എക്സാമ്പിൾ. ദിസ് ഈസ് ദ എക്സാമ്പിൾ സർക്കുലാർ മോഷൻ. നമുക്ക് മോഷൻ ഇൻ പ്ലെയിനിന്റെ ഒരു എക്സാമ്പിൾ എന്നതിലുപരിയായിട്ട് നമ്മൾക്ക് പലയിടങ്ങളിലും നമുക്ക് ഇത്തരം മോഷൻസ് നമ്മൾ കാണും. അവിടെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെയധികം ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നിതിൽ പറയാനുള്ളത്. അപ്പൊ എന്താണ് ഈ സർക്കുലാർ മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് ആ മോഷന്റെ പ്രത്യേകത. കാരണം 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അത് പ്ലെയിനിലെ മോഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിനിലെ മോഷൻ ഒരു പാരബോളിക് ആയിരുന്നു പ്രൊജക്ടൈലിനെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ആ ട്രാജക്ടറി ഒരു സർക്കിൾ ആണെങ്കിൽ അതിന്റെ പേരാണെന്ത്? സർക്കുലാർ മോഷൻ. അപ്പം മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷന്റെ അല്ലെങ്കിൽ പാത്തിന്റെ ഷേപ്പ് സർക്കുലാർ ആയിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കുലാർ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ കാണുന്ന സർക്കുലാർ മോഷനിലെ കുറെ പാരാമീറ്റേഴ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് നിങ്ങൾ നോക്കുക, ഒരു സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ട്രാജക്ടറി എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ആ റേഡിയസ് വെക്ടർ, ഇതാണ് നമ്മൾ പറയുന്ന റേഡിയസ് വെക്ടർ, ഒന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് തിരിഞ്ഞു. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നമ്മളുടെ ഈ റേഡിയസ് വെക്ടർ. ആ സമയത്ത് അവിടെ സ്വീപ്പ് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഈ ആംഗിളിനെ നമ്മൾ വിളിക്കേണ്ട പേര് ഇനി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് വിളിക്കേണ്ടത്. ദാറ്റ് ഈസ് യുവർ തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പൊതുവേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റേഡിയൻ എന്ന യൂണിറ്റിലായിരിക്കും. നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലൊക്കെ പഠിച്ചതാണ്. എന്താണ് 2π റേഡിയൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ്. ഇനി അഥവാ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? π/3 റേഡിയൻ ആണ് എന്ന് നിങ്ങൾ ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് തീറ്റ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നാൽ അതിനെ വെലോസിറ്റി ആക്കാനും അതിനെ ആക്സലറേഷൻ ആക്കാനും എല്ലാം നമുക്കറിയാം. അപ്പൊ ഇതിലെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എന്ത്? ഇത്തരം കേസുകളിൽ ലീനിയർ വെലോസിറ്റി അല്ല, ആംഗുലാർ വെലോസിറ്റി ആണ്. ലീനിയർ ആക്സലറേഷൻ അല്ല, ആംഗുലാർ ആക്സലറേഷൻ ആണ്. ലീനിയർ ഡിസ്റ്റൻസ് അല്ല, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മൾ ഒരു ആംഗിൾ ടേമിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഓരോ പാരാമീറ്റേഴ്സും 1 by 1 ആയിട്ട്. ഫസ്റ്റ് വൺ ഈസ് ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആംഗുലാർ വെലോസിറ്റി? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എന്താണ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ച്, ഇപ്പം നമ്മൾ സർക്കുലാർ മോഷനിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതാണ് സർക്കുലാർ ട്രാജക്ടറി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റേഡിയസ് വെക്ടർ കാണിക്കാം. ദിസ് ഇസ് ദ റേഡിയസ് വെക്ടർ. ഓക്കെ, ഈ റേഡിയസ് വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഈ കാണുന്ന ഒബ്ജക്റ്റ് ഒരു വെലോസിറ്റിയിൽ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇതാ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ടോ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ഏത് വെലോസിറ്റി? ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നത് ഈ കാണുന്ന വെലോസിറ്റി ആണ്. ഇതാണ് നിങ്ങളുടെ R. ആഫ്റ്റർ സം ടൈംസ് ആ റേഡിയസ് വെക്ടർ എന്ത് ചെയ്തു? സം ഡിസ്റ്റൻസ് ടേൺ ചെയ്തു, അവിടെ എത്തി. ആ സമയത്ത് അയാൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് തീറ്റ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എവിടേക്ക് നീങ്ങി? നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മുടെ റേഡിയസ് വെക്ടർ എന്ത് ചെയ്തു? ഒന്ന് ടേൺ ചെയ്തപ്പോൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? ഇവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുന്ന് ഇതിന്റെ വെലോസിറ്റി എങ്ങോട്ടാണ്? അതിന് ടാൻജൻഷ്യൽ, ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിൽക്കുന്നുണ്ടാവും. ഇവിടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എങ്കിൽ അത് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വിളിക്കണം. പക്ഷെ അതിന്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ഇതൊരു ആക്സലറേറ്റഡ് മോഷൻ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ആംഗുലാർ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന സിമ്പിൾ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് dθ/dt എന്ന് കൊടുത്തേക്കാം. ഓക്കെ, dθ/dt. ഇനി തീറ്റ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, ഈ ഒരു ബോഡിയെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എന്താണ്? ആർക്ക് ബൈ റേഡിയസ് എന്നാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ഈ കാണുന്ന ലെങ്ത് ആർക്ക് ലെങ്ത്, റേഡിയസ്. ആർക്ക് ബൈ റേഡിയസ് ഈക്വൽ ടു എത്രയാണ്? ആംഗിൾ ആണ്, നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ഇക്വേഷനകത്ത് ആ തീറ്റയെ നമുക്ക് എന്ത് ചെയ്യാം? സപ്പോസ് ഞാൻ ഇവിടെ ഈ കാണുന്ന ഡിസ്റ്റൻസിനെ ഞാൻ ഡെൽറ്റ ആർ എന്ന് എടുത്തു. അപ്പൊ ഡെൽറ്റ r/r ഇസ് ഈക്വൽ ടു എന്താണ്? തീറ്റയാണ്.
ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഇക്വൽ ടു തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഈ കാണുന്ന ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാം, ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇൻറ്റു 1/r ഇസ് ഈക്വൽ ടു എന്താണ്, തീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ തീറ്റയാണ്, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഈ കാണുന്നതിന് എനിക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ വെലോസിറ്റി അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ് 1/r ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യാം, v ഇൻറ്റു 1/r ഇസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ. അങ്ങനെയാണെങ്കിൽ v ബൈ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഒമേഗ കിട്ടും. അല്ലെങ്കിൽ v ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, r ഒമേഗ എന്നും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ഒമേഗ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി ആണ് എങ്കിൽ ആ തീറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്, ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ വിയും ഒമേഗയും തമ്മിലുള്ള എന്ത് കിട്ടും, റിലേഷൻ കിട്ടും. ഇനി ഈ വിക്ക് എന്താണ് പ്രത്യേകത, വി ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ട്രാൻജൻഷ്യൽ ആയിട്ട് നിൽക്കുമ്പം ഒമേഗയുടെ ഡയറക്ഷൻ നമ്മൾ പറയേണ്ടത് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ 4 വിരലുകൾ നിങ്ങൾ ഈ ഡയറക്ഷനിൽ മടക്കുക, ആ കറങ്ങുന്ന ഡയറക്ഷനിൽ മടക്കിയാൽ നിങ്ങളുടെ തമ്പ് എങ്ങോട്ട് നിൽക്കുന്നു, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒമേഗ എന്ന് പറയുന്നത് ഒരു ആക്സിയൽ വെക്ടർ ആണ്. അത് ആക്ട് ചെയ്യുന്നത് അലോങ് ദി എന്താണ്, ആക്സിസിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ആക്സിയൽ വെക്ടർ ആണ്. ഇനി ഇൻസ്റ്റന്റാനിയസ് എന്താണ്, ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദ കൺസെപ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, തീറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് മറക്കരുത്, ഒമേഗ എന്ന് പറയുന്നത് എന്ത് വെക്ടറാണ്, ഒരു ആക്സിയൽ വെക്ടർ ആണ് കേട്ടോ. ഇത് എന്ത് വെക്ടറാണ്, ആക്സിയൽ വെക്ടർ. ഇത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അതെങ്ങോട്ടാണ്, എലോങ് ദി ആക്സിസ് ആണ്. ഇപ്പം XY പ്ലെയിനിൽ കറങ്ങുന്ന ഒരു ബോഡി എന്ന് പറയുമ്പോൾ ആക്സിസ് എന്തായിരിക്കും, സെഡ് ആക്സിസ് ആയിരിക്കും. അപ്പൊ അത് സെഡിലേക്കാണ് ആക്ട് ചെയ്യുക. ഇനി YZ പ്ലെയിനിലാണെങ്കിൽ X ആക്സിസിലേക്ക് ആക്ട് ചെയ്യും. ഇനി XZ പ്ലെയിൻ ആണെങ്കിൽ Y ആക്സിസിലേക്ക് ആക്ട് ചെയ്യും. അപ്പൊ കറങ്ങുന്ന പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ആക്സിസ് എങ്കിൽ ആ ഒമേഗ ഏത് ഡയറക്ഷനിലാണ്, ആ ആക്സിസിലാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു, ആക്സിയൽ വെക്ടർ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ അടുത്ത പാരാമീറ്റർ ആണ് എന്ത്, ആംഗുലാർ ആക്സലറേഷൻ. അപ്പൊ നമുക്കിനി നേരത്തെ പഠിച്ച ലോജിക്കിൽ തന്നെ മുന്നോട്ട് പോവാം. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ അല്ലെ, ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്തിരിക്കും, ആംഗുലാർ ആക്സലറേഷൻ ആയിരിക്കും. അതിൽ ഇൻസ്റ്റന്റാനിയസ് കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് എന്താ, ഡെൽറ്റ ടി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി കൊടുക്കാം. ഇവിടെ ലിമിറ്റ് ഡെൽറ്റ ടി 0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആ ടൈം നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു വിശദീകരണം തന്നു കഴിഞ്ഞു. അവിടെ നിങ്ങൾ പറയുന്ന മനസ്സിലാക്കിയതാണ് വി ഇസ് ഈക്വൽ ടു എന്താണ്, ആർ ഒമേഗ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂമറിക്കലി നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയെങ്കിൽ നമുക്കറിയാം ഒമേഗയും ഒരു വെക്ടറാണ്, വെലോസിറ്റിയും ഒരു വെക്ടറാണ്, ആർ റേഡിയസ് ഒരു വെക്ടറാണ്. അപ്പം ഇവിടെ നമുക്ക് കറക്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞേ പറ്റൂ. അങ്ങനെ വരുമ്പം കറക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ്, വി ഇസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ ക്രോസ് എന്താണ്, ആർ ആണ്. ഓക്കെ, മറന്നു പോകരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 2 വെക്ടറുകൾ തന്നിട്ട് അതിന്റെ എന്താണ് പ്രോഡക്റ്റ് ആയിട്ടുള്ള വി കണ്ടുപിടിക്കാൻ പറയുമ്പം ആർ ഒമേഗ എന്ന് എടുക്കുന്ന സമയത്ത് അത് തെറ്റും. ഒമേഗ ക്രോസ് ആർ എന്ന് എടുക്കണം. കാരണം വെക്ടർ എന്താണ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, സ്കെലാർ എന്താണ് അഡീഷൻ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ അതെല്ലാം കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ 1 × 2 = 2 × 1 എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് I ക്രോസ് J = എന്താണ്, K ആണെങ്കിൽ J ക്രോസ് I = -K ആണ്. നമ്മളൊരു റൂളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അത് പറയാം. അപ്പം ഈ ആക്ച്വൽ റിലേഷൻ ഓഫ് വി ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ആയിരിക്കും. ഇനി ന്യൂമറിക്കലി പറയുമ്പോൾ വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ആർ ഒമേഗ എന്ന് കൊടുത്തേക്കാം. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് എക്സ്പ്ലനേഷൻ ഈസ് ഹിയർ. ഇനി ടാൻജൻഷ്യൽ വെലോസിറ്റി എന്താണുള്ളതാണ്. ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ സർക്കുലാർ മോഷൻ ഒബ്സർവ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇത് സർക്കുലാർ എന്താണ് ട്രാജക്ടറി ആണെങ്കിൽ, ഇത് സർക്കുലാർ ട്രാജക്ടറി ആണെങ്കിൽ ആ കാണുന്ന ട്രാജക്ടറിയുടെ കേസിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് നിന്ന് ടാൻജൻഷ്യൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെലോസിറ്റി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ടാൻജൻഷ്യൽ അല്ലേ. അപ്പൊ ഈ വെലോസിറ്റിയാണ് നിങ്ങൾ ടാൻജൻഷ്യൽ വെലോസിറ്റി ആക്കി വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ടാൻജൻഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്,
റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അതാണ് നിങ്ങൾ ആർ ഒമേഗ എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആർ ഒമേഗ എന്നാണെങ്കിൽ അതിന്റെ കറക്റ്റ് ഫോം ഒമേഗ ക്രോസ് ആർ ആണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, ദറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ആണ് കറക്റ്റ് ഫോം. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങളുടെ എന്താണ് ടാൻജൻഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടാൻജൻഷ്യൽ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡി വി ബൈ ഡി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ആൽഫ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് നമുക്ക് എന്ത് കൊടുക്കാം, ഒമേഗ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഒമേഗയെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ടേമിൽ വാരിയബിൾ ആയിട്ട് എടുത്തു. ദെൻ ആർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എന്താണ് ഒമേഗ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ആറ്. ഇവിടെ നമുക്ക് ടാൻജൻഷ്യൽ ആക്സലറേഷന് എ ടി എന്ന് കൊടുക്കാം തൽക്കാലം. ദാറ്റ് ഇസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ആൽഫ എന്ന് കൊടുക്കാം. അപ്പൊ എ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തേക്കാം, ആർ ആൽഫ എന്ന് കിട്ടും. അതെന്താന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഓക്കെ, ഇറ്റ്സ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അപ്പൊ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് ഓൾസോ റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ആണ് കേട്ടോ. ആൽഫ എന്ന് പറയുന്നത് എന്ത് ആക്സലറേഷൻ ആണ്, ആംഗുലാർ ആക്സലറേഷൻ. അപ്പൊ ആൽഫയ്ക്ക് നമ്മൾ നേരത്തെ കൊടുത്ത എക്സ്പ്രഷൻ ആണ് ഡി ഒമേഗ ബൈ ഡി ടി അല്ലെ, ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ആണെന്ത് ആംഗുലാർ ആക്സലറേഷൻ. സെയിം വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ ആംഗുലാർ ആക്സലറേഷൻ. നൗ ടൈപ്സ് ഓഫ് സർക്കുലാർ മോഷൻ. നമുക്കറിയാം സർക്കുലാർ മോഷനിൽ രണ്ട് ടൈപ്പാണ് നമ്മൾ പ്രാക്ടിക്കലി പറയാറുള്ളത്. അതിലൊന്ന് യൂണിഫോം സർക്കുലാർ മോഷൻ ആണ്, വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വെരി ഈസിലി. ബട്ട് നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇത്തരം കേസിൽ ആ ബോഡിക്ക് രണ്ട് ആക്സലറേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം റിസൾട്ടന്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോൺ യൂണിഫോം ആക്സലറേഷൻ കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സർക്കുലാർ മോഷനിൽ വരുന്ന സിറ്റുവേഷൻ എങ്കിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയെ സംബന്ധിച്ച് ഇവിടെ എന്തൊക്കെയാണ്, ഒരു ഡയറക്ഷൻ ആക്സലറേഷൻ ഇങ്ങോട്ടും ഒരു ആക്സലറേഷൻ ഇങ്ങോട്ടും കിടപ്പുണ്ട്. അപ്പോൾ റിസൾട്ടന്റ് ആക്സലറേഷൻ ഇങ്ങോട്ടായിരിക്കും. ഇതാണ് നമ്മൾ പറയുന്ന ഏത് ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പോൾ നമുക്കറിയാലോ ആ ബോഡി അകത്തോട്ടാ വരിക. സ്പീഡ് കൂടുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ, അതായത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന സർക്കംസ്റ്റാൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബോഡിയിലെല്ലാം ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഒരു സർക്കുലാർ മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് നീങ്ങും, കുറഞ്ഞ അകത്തേക്ക് നീങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി മാറ്റമില്ലാതെ നിന്നാൽ അതൊരു യൂണിഫോം സർക്കുലാർ മോഷൻ ആവുമെങ്കിൽ അവിടെ ആക്സലറേഷൻ 0 ഒന്നല്ല അല്ലേ. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ ആണ്. അപ്പോൾ നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പം ഇതിന്റെ എന്ത് മാറുന്നുണ്ട്, വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് ട്രാജക്ടറി ഇങ്ങനെ എന്താണ് പുറത്തേക്കും അകത്തേക്കും മാറിക്കൊണ്ടിരിക്കും. അത്തരം മോഷൻസ് പൊതുവെ എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് മോഷനാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യൂണിഫോം സർക്കുലാർ മോഷനിൽ ബോഡി എന്ത് ചെയ്യുന്നു, സർക്കുലാർ പാത്തിൽ പോകുന്നുണ്ട്. ആംഗുലാർ സ്പീഡ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. ഒമേഗ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ ആക്സലറേഷൻ എത്രയായിരിക്കും, ഈ 0 ആയിരിക്കും. ഏത് മോഷനിൽ, ഈ കാണുന്ന യൂണിഫോം സർക്കുലാർ മോഷനിൽ. അതുപോലെ തന്നെ ഇൻ ദിസ് മോഷൻ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ബട്ട് വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. സോ ആക്സലറേഷൻ ഈസ് ഓൾസോ എ നോൺ യൂണിഫോം. അപ്പൊ നോക്കിയാൽ മതി, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്താണ് ആ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. കാരണം വെലോസിറ്റി എന്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്, ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ ആക്സലറേഷൻ എത്രയാണ്, 0 ആണ്. ഏത് മോഷനിലും, യൂണിഫോം സർക്കുലാർ മോഷനിൽ കേട്ടോ. അപ്പം in uniform circular motion tangential acceleration will be 0. Tangential acceleration will be എത്രയാണ്, 0. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ഡ്യൂറേഷൻ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ 2π/, നമുക്ക് എന്ത് കൊടുക്കാം, ഇറ്റ് ഈസ് 2π/ എന്ത് കൊടുത്തേക്കാം, ഒമേഗ കൊടുത്തേക്കാം. ഒമേഗ എന്താണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പൊ 2π/ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 2π റേഡിയൻ ആണ് അത് ട്രാവൽ ചെയ്യുന്നത്, ഡിവൈഡ് ബൈ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ഇസ് ഈക്വൽ ടൈം ആണല്ലോ. അപ്പൊ ടൈം ഇസ് ഈക്വൽ 2π/ എന്ത് കൊടുത്തേക്കാം, ഒമേഗ കൊടുത്തേക്കാം. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിപ്രോക്കൽ ഓഫ് എന്താണ് ടൈം പീരീഡ് ആണ്, മറന്നുകൊണ്ട. അപ്പോൾ ഒരു യൂണിഫോം സർക്കുലാർ മോഷനിലെ വേരിയബിൾസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഒന്നാമത്തത് മെയിനായിട്ട് നമ്മൾ ഓർക്ക് വെക്കേണ്ടത് അതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അതെന്താണ് ഒരു ആക്സലറേറ്റഡ് എന്താണ് മോഷൻ തന്നെയാണെന്നുള്ളത് ഓർത്ത് വെച്ചോളണം. ഓക്കെ,
അപ്പോൾ ആക്സലറേഷൻ നോൺ യൂണിഫോം ആണെന്നുള്ളത് ഓർത്ത് വെച്ചോളണം. പക്ഷേ ആംഗുലാർ ആക്സലറേഷൻ എത്രയാണ്, ആൽഫ എത്രയാണ്, അത് 0 ആയിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പേര് തന്നെയുണ്ടല്ലോ അതിന്റെ പ്രത്യേകത. എന്താണ് ഇവിടെ ഈ വെലോസിറ്റി ചേഞ്ചസ് വിത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആംഗുലാർ ആക്സലറേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു 0, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചൊരു കൺസെപ്റ്റ്. നിങ്ങളെ സംബന്ധിച്ച് ഇതാണ് നിങ്ങളുടെ സർക്കുലാർ മോഷനിലെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, രണ്ട് ആക്സലറേഷൻ നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ സാധിക്കും. ഒന്ന് ഇങ്ങോട്ടും കിടപ്പുണ്ട്, ഒന്ന് ഇങ്ങോട്ടും കിടപ്പുണ്ട്, ഇങ്ങോട്ടും കിടപ്പുണ്ട്. അപ്പൊ റിസൾട്ടന്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ റിസൾട്ടന്റ് ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന നോൺ യൂണിഫോം സർക്കുലർ മോഷന്റെ കണ്ടീഷൻ. അവിടെ dω/dt നോട്ട് ഈക്വൽ ടു 0, dv/dt ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. ഒരു സർക്കുലർ മോഷനിൽ വരുന്ന ഏതൊരു ബോഡിക്കും നിങ്ങൾക്കറിയാം ഈ ബോഡി പോകാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അത് കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം അത് ഈ ഡയറക്ഷനിൽ പോകും. പക്ഷെ ഈ ഓരോ പ്രാവശ്യവും ഇത് ഇങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് ആരോ വലിച്ചു, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ആരോ വലിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ O എന്ന് പറയുന്ന സെന്ററിലേക്ക് എന്ത് കാണുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് V1ഉം മാഗ്നിറ്റ്യൂഡ് ഓഫ് V2 എന്താണ്, സെയിം ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പിക്ചറിന്ന് ട്രയാങ്കിൾ ലോ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. AB പ്ലസ് BC എന്ന് പറയുന്നത് AB പ്ലസ് BC എന്ന് പറയുന്നതായിരിക്കും AC ആയിരിക്കും. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. AB പ്ലസ് BC ഇക്വൽ ടു AC ആണെങ്കിൽ BC എന്ന് പറയുന്നതാണ് AC മൈനസ് BC ആണ്. എന്താണ് BC? BC വിൽ ബി ദിസ് വാല്യൂ ഡെൽറ്റ V. ഓക്കെ, അപ്പം ഡെൽറ്റ V എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണത്, BC ആണെങ്കിൽ ഈ കാണുന്ന കൺസെപ്റ്റിനെ നമുക്കറിയാം ഇതേ ബൈ ഈ റേഷ്യോ എന്തായിരിക്കും, ആംഗിൾ ആയിരിക്കല്ലോ. ഡെൽറ്റ V ബൈ V1 ഇസ് ഈക്വൽ ടു എത്രയാണ്, ആംഗിൾ ആയിരിക്കും. അപ്പൊ ഡെൽറ്റ V ബൈ V1 ഇസ് ഈക്വൽ ടു എന്താണ്, തീറ്റയാണ്. അല്ലെങ്കിൽ നമുക്ക് V1 എങ്ങനെ എഴുതാം, ഇറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ V ബൈ V എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ടേമിന് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d(θ/dt). ഓക്കെ, d(θ/dt) എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, 1/v ഇൻറ്റു dv/dt. ഇനി ഇങ്ങനെ എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ V/ΔT ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഡെൽറ്റ തിരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ θ/ΔT ഇസ് ഈക്വൽ ടു ഡെൽറ്റ V/ΔT ഇൻറ്റു നമുക്ക് ഇൻറ്റു 1/v എന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം, ഒമേഗ എന്നിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഡെൽറ്റ V/ΔT ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഡെൽറ്റ θ/, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ആണ്. അപ്പൊ A എന്ന് നമുക്ക് സിമ്പിൾ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന കണ്ടീഷനകത്ത് ഡെൽറ്റ V/ΔT എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സലറേഷൻ ആണ് അല്ലെ. ഈ കാണിച്ചെന്താണ്, ഇപ്പുറത്ത് നമുക്ക് ഒമേഗ കിട്ടി. അപ്പൊ നമുക്ക് A/, എന്ത് കൊടുത്തേക്കാം, നമുക്ക് V എന്ന് കൊടുത്തേക്കാം, A/V. അതിൽ A-നെ അങ്ങ് ഐസൊലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, A ഇസ് ഈക്വൽ ടു V ഒമേഗ കിട്ടും. ഒമേഗയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം, V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, V²/R എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് യുവർ ആൻസർ. സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു V²/R എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ FC ഇസ് ഈക്വൽ ടു M ഇൻറ്റു A ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു M ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, V²/R എന്ന് കൊടുത്തേക്കാം. സോ ദിസ് ഇസ് യുവർ സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ് ഈ ബോഡിയെ നമ്മൾ എന്താക്കുന്നത്, ഈ സർക്കുലർ ട്രാജക്ടറിയിൽ നിന്ന് പിടിച്ചു നിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, സർക്കുലർ മോഷൻ വരുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ടു ഏതാണ്, മോഷൻ ഇൻ പ്ലെയിൻ ആണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കൊടുക്കേണ്ട മറ്റൊരു ഉത്തരം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ആണ്. ഈ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ എങ്ങോട്ടാണ്, ടുവേർഡ്സ് എന്താണ്, സെന്റർ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ മോഷന്റെ കേസിൽ B എന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഡെൽറ്റ V ആയിട്ട് നിങ്ങൾ കണക്കാക്കിയ ഒരു വാല്യൂ ആണ് ഇത്. ഡെൽറ്റ R ആയിട്ട് കണക്കാക്കിയ ഒരു വാല്യൂ ആണ് ഇത് BC.
അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആംഗിൾ എന്താണ് എ ബി സി ആൽഫ ഇസ് ഗിവൺ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, എ ബിയും എ സിയും എന്താണ്, ഈക്വൽ ആണ്. ഐസോസെലസ് എന്നൊരു ലോജിക് എടുത്താൽ അതിന്റെ ബേസ് ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഡെൽറ്റ ടി സിക്വൽ ടു 0 ആണെങ്കിൽ ഡെൽറ്റ തീറ്റ സിക്വൽ എത്രയായിരിക്കും, 0. ചേഞ്ച് എത്രയായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ആൽഫ പ്ലസ് ഡെൽറ്റ 0 ഇസിക്കൽ ആ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ഉണ്ടാവും. ഡെൽറ്റ തീറ്റ 0 ആകുമ്പോൾ 2 ആൽഫ എത്രയാണ്, 180 ഡിഗ്രി ഉണ്ടാവും. ആൽഫ ഇസിക്കൽ 90 ഡിഗ്രി. ഈ ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ ഡെൽറ്റ വി പെർപെൻഡിക്കുലർ ടു എന്തായിരിക്കും, വി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വി ഈസ് ടാൻജൻഷ്യൽ, ഡെൽറ്റ വെക്ടർ വി ഈസ് ടാൻജൻഷ്യൽ, ഡെൽറ്റ വി ഈസ് പെർപെൻഡിക്കുലർ ടാൻജൻഷ്യൽ. ഇറ്റ് മീൻസ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് എന്താണ്, സെന്റർ ഓഫ് ദി ട്രാജക്ടറി ആയിരിക്കും. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം ഒരു തിയറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമ്മൾ പറഞ്ഞു തീർത്തതാണ്. ബട്ട് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കുലാർ മോഷനിൽ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അത് എന്തായിരിക്കും, അതിന്റെ സെന്ററിലേക്ക് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആക്സലറേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, മാത്രം മനസ്സിലാക്കുക. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ടോപ്പിക്. Now we'll come with some questions from this topic in the next session.